ഗായ്സ്, എസ് ഫോർ എൻ്റർടൈൻമെൻറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ നെഗ്ലെറ്റ്. അതിനായിട്ട് 4 കഷ്ണം ബ്രെഡ് എടുക്കുക. എന്നിട്ട് ബ്രെഡിൻ്റെ ബ്രൗൺ കളറുള്ള ഭാഗം മുറിച്ച് മാറ്റുക. വീഡിയോയിൽ കാണുന്നത് പോലെ ബ്രെഡിൻ്റെ ബ്രൗൺ കളർ മുറിച്ച ശേഷം നമ്മൾ ബ്രെഡ് 4 പീസാക്കുക. ബ്രെഡിൻ്റെ നടുവിലൂടെ വര ഇട്ട് കൊടുക്കുക. ബ്രെഡ് മുറിച്ച ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് ബ്രെഡ് നന്നായി പൊടിച്ചെടുക്കുക. ബ്രെഡ് നല്ലോണം പൊടിച്ച ശേഷം നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായി അരച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയ ശേഷം നമ്മൾ ബ്രെഡ് പുറത്തേക്ക് എടുക്കുക. ഇവിടെ 300ഓളം ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചിക്കൻ എടുക്കാം. ചിക്കൻ എടുക്കുമ്പോൾ ബ്രെഡ് കുറച്ചും കൂടി കൂട്ടിയിടുക. ചിക്കൻ നമുക്ക് മിക്സ് ചെയ്യാനുള്ളതുകൊണ്ട് ഒരു ടൈലിൽ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. നല്ല വൃത്തിയുള്ള സ്ഥലമായിരിക്കണം. ചിക്കനിലേക്ക് ഇനി നമുക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കേണ്ടത്. മുളക് പൊടി ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സോസ് കുറച്ചേ ഒഴിക്കേണ്ടതുള്ളൂ, ഇല്ലെങ്കിൽ കുറച്ച് ചിക്കൻ പുളിക്കുന്നതായിരിക്കും. എല്ലാ മസാലകളും ചേർത്ത ശേഷം നമുക്ക് ചിക്കൻ മസാലയും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തേക്കും ഇത് എത്തണം. ചിക്കനും മസാലയും നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് ചിക്കനും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ഓയിലും നല്ലോണം മിക്സ് ചെയ്ത ശേഷം കുറച്ചും കൂടി ഓയിലെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ടൈലിൽ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് നല്ലോണം പരത്തിയെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. മിക്സാക്കി പരത്തിയ ശേഷം നമുക്ക് അതിൽ കത്തി വെച്ച് ഒരു വര ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ആവശ്യത്തിനുള്ള പോലെ വര ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 10 പീസുകൾ വരയിട്ടെടുക്കുന്നുണ്ട്. ഇതിൽ കാണുന്നത് ക്രോസ് ആയിട്ടും വരയിട്ട് കൊടുക്കുക. ഒരു സ്ക്വയർ ഷേപ്പിൽ എടുക്കുക. ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം നല്ല സ്ക്വയറിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിടുക. കോഴിമുട്ടയുടെ കൂടെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് 1 സ്പൂണോളം പാലും ഒഴിച്ചു കൊടുക്കുക. ഒരു ബൗളിൽ ബ്രെഡ് ക്രംസും നമ്മൾ തയ്യാറാക്കി വെച്ച കോഴിമുട്ടയും എടുക്കുക. കോഴിമുട്ടയിലേക്ക് ചിക്കൻ ഇട്ട ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എല്ലാം അതുപോലെ ചെയ്യുക. പാൻ എടുത്ത ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും എടുക്കാം. സൺഫ്ലവർ ഓയിൽ നല്ലോണം തിളച്ച ശേഷം നമുക്ക് ഓരോ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം.
ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് മാറ്റാം. ചിക്കൻ നഗ്ലറ്റ്സ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് സോസിലോ അല്ലെങ്കിൽ മയോണീസിലോ ചേർത്ത് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഗുഡ് ബൈ. അടുത്ത വീഡിയോയുമായി നാളെ കാണാം.